രജനികാന്ത് നായകനായെത്തുന്ന കൂലി എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം വരുന്ന ആഗസ്റ്റ് 14 എന്തായാലും തിയേറ്റേഴ്സിലേക്ക് റിലീസ് ചെയ്യുകയാണ്. ഇന്ത്യൻ സിനിമകൾ തന്നെ, അതായത് ഈ വർഷം ഇറങ്ങാനിരിക്കുന്ന ഇന്ത്യൻ സിനിമകൾ തന്നെ വളരെയധികം പ്രേക്ഷകർ കാത്തിരിക്കുന്നതും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബഡ്ജറ്റ്, ഏകദേശം 400 കോടിയോളം ബഡ്ജറ്റ് മുടക്കി നിർമ്മിച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് കൂലി. അത് നമുക്കറിയാം അതിൻ്റെ പുറകിലുള്ള ഒരു ഡയറക്ടർ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഒരു വലിയൊരു ബ്രാൻഡ് ഡയറക്ടറും അതുപോലെ തന്നെ രജനികാന്ത് എന്ന് പറയുന്ന ഒരു ഫാക്ടറൊക്കെ വരുമ്പോഴത്തേക്കും വളരെയധികം വലിയൊരു ഹൈപ്പിൽ വരുന്ന ഒരു സിനിമ തന്നെയാണ്. വലിയൊരു ബഡ്ജറ്റ് ഇറക്കുന്ന ഒരു സിനിമയായതുകൊണ്ട് തന്നെ ആ സിനിമ കൊടുക്കേണ്ട പ്രൊമോഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഒരു മലയാളം സിനിമകളാണെങ്കിൽ തന്നെ അത്യാവശ്യം ഒരു ബഡ്ജറ്റിൽ ഇറക്കുന്ന സിനിമയാകുമ്പോൾ ഈ മലയാളി ആക്ടേഴ്സും ഡയറക്ടേഴ്സും എല്ലാം ഈ പറയുന്ന മുംബൈയിലായിക്കോട്ടെ, ഹൈദരാബാദിലായിക്കോട്ടെ, ബാംഗ്ലൂരിലായിക്കോട്ടെ, ഇവിടെ എല്ലാം പോയിട്ട് അതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളും എല്ലാം കൊടുക്കാറുള്ളതാണ് റിലീസിന് ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ. പക്ഷേ ഇതൊരു രജനികാന്ത് സിനിമ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രൊമോഷൻ്റെ കാര്യമൊന്നുമില്ല. അതായത് തമിഴ്നാട്ടിൽ ഇറങ്ങുന്ന പോലെ തന്നെ മലയാളി ഓഡിയൻസിലും വലിയൊരു ഫാൻ ബേസ് തന്നെ ഈ പറയുന്ന രജനികാന്തിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ലോകേഷ് കനകരാജിനും എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം ഇതിനകത്ത് സൗബിൻ ഷാഹിർ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഒക്കെ ഈ പറയുന്ന മലയാളി ഓഡിയൻസുമായിട്ട് വളരെയധികം കണക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഉറപ്പായിട്ടും ഈ പറയുന്ന സൗബിൻ ഇല്ലെങ്കിൽ പോലും ഈ സിനിമക്ക് അതിൻ്റെ ഒരു സ്വീകരണം ഉറപ്പായിട്ടും കൂടെ കിട്ടും. പക്ഷേ എങ്കിൽ പോലും സൗബിനും കൂടി ഉള്ളപ്പോഴത്തേക്കും കുറച്ചും കൂടി ഇത്തിരി ഒരു ഇമോഷണൽ കണക്ഷൻ മലയാളി ഓഡിയൻസിന്, അത് ഇപ്പോൾ ഇദ്ദേഹം അവിടെ പോയിട്ട് ഗംഭീരമാക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയും കാര്യങ്ങളും എല്ലാം ഉറപ്പായിട്ടും മലയാളി ഓഡിയൻസിനും ഉണ്ട്. കാര്യം സൗബിൻ ഷാഹിറിൻ്റെ പൊട്ടൻഷ്യലും എല്ലാം എത്രത്തോളമാണെന്ന് ഒരു പരിധിവരെ മലയാളി ഓഡിയൻസിന് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല പുറത്ത് വിട്ടിരുന്നൊരു സോങ്, ഒരു മോണിക്ക എന്ന് പറയുന്ന ഒരു സോങ്ങിലാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡാൻസ് സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം വളരെയധികം ചർച്ച ചെയ്ത ഒരു കാര്യം തന്നെയാണ്. എത്രത്തോളം എനർജറ്റിക് ആയുള്ള ഒരു ഡാൻസും കാര്യങ്ങളും എല്ലാം ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചു. വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും പുറത്ത് വരുന്നുണ്ട്. വേറൊന്നുമില്ല, ഈ രജനികാന്തിൻ്റെ ചെറുപ്പകാലം പെർഫോം ചെയ്യുന്നത് ശിവകാർത്തികേയനാണ് എന്നുള്ള ഇതിലൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു കൺഫർമേഷനും കാര്യങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ പറയുന്ന രജനികാന്തിൻ്റെ ആ ഒരു സ്വാഗും മാസും എല്ലാം ശിവകാർത്തികേയൻ്റെ പെർഫോമൻസ് കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും തോന്നുന്നില്ല. കാര്യം രജനികാന്തിൻ്റെ ഒരു സ്വാഗും മാസും എല്ലാം ശിവകാർത്തികേയനെ മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതൊരു ഇമോഷണൽ സൈഡാണോ കാണിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതും ഇദ്ദേഹം ഉണ്ടോയെന്നോ പോലും ഒരു 100% കൺഫർമേഷൻ ഒന്നും ഇല്ലെങ്കിലും ഒരു പരിധിവരെ പറയുന്നുണ്ട് ഇദ്ദേഹം ഇതിനകത്ത് ഉണ്ട് എന്നുള്ള രീതിയിലൊരു സംസാരവും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം മലയാളി ഓഡിയൻസ് ഇപ്പോൾ വളരെയധികം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ബിഗ് ബോസ് തന്നെയാണ്. അതിനകത്തുള്ള രേണുസുതിയുമായിട്ട് ഈ ആഴ്ച നടന്നിരുന്ന ഒരു പ്രശ്നവും കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അക്ബർ അവരെ സെപ്റ്റി ടാങ്ക് എന്നുള്ള രീതിയിലെല്ലാം ഒരു നിക് നെയിം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത് വളരെയധികം ഇമോഷണലിയും എല്ലാം അവരെ ബാധിച്ചൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഞായറാഴ്ച സമയം ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയം രേണുസുതി പറയുന്നുണ്ട് ഇത് വളരെയധികം ബുദ്ധിമുട്ടായിപ്പോയി, ആകെ നാണക്കേടായിപ്പോയി, ആകെ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി എന്നുള്ള രീതിയിലൊക്കെ രേണുസുതി പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന മലയാളി ഓഡിയൻസിനാണെന്നുണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഒരു സ്ത്രീയാണ്, ഇവരൊരു അമ്മയാണ്. അപ്പോൾ ഇവരുടെ മക്കൾക്കാണെന്നുണ്ടെങ്കിലും സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നിക് നെയിമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എല്ലാം ഒരുപാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളി ഓഡിയൻസിനാണെന്നുണ്ടെങ്കിലും വളരെയധികം ഒരു ഇമോഷണലി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു അത്. അതിന് നല്ലൊരു തിരിച്ചടി തന്നെ എന്തായാലും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് എന്തായാലും അക്ബറിനായിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും 1 വീക്കിനുള്ളിൽ രേണുസുതി നല്ലത് അക്ബറിനെ കുറിച്ച് പറയുന്ന സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കണം എന്നുള്ള രീതിയിൽ എന്തായാലും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് കണ്ടറിയാം എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ഇനി അക്ബറിൻ്റെ പ്ലേസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അക്ബറിന് ബിഗ് ബോസ് കൊടുത്ത ഈ ഒരു ശിക്ഷയിൽ നിങ്ങൾ സംതൃപ്തരാണോ? എങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇല്ലെങ്കിൽ എന്ത് ശിക്ഷയാണ് അദ്ദേഹം അർഹിക്കുന്നതും എന്നും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക.